എന്താണ് എല്ലാവരും മുഖത്തൊരു വാട്ടം? എന്റെ പ്രതീക്ഷിച്ചില്ലാതെ തോന്നുന്നുണ്ടല്ലേ? ഉണ്ടോ? എന്തോ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ട് ജീവികളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ? പരിശുദ്ധ ഖുർആനിലെ ജീവികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അതാണ് സംഗതി. നിങ്ങളെ മുഖത്ത് ഒരു വാട്ടം കണ്ടതാണ് അല്ലേ? എന്തോ ഒന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതില്ല. ശരി, കുഴപ്പമില്ല കേട്ടോ. ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്താ ചെയ്യാം, ഒന്ന് ചോദിക്കാം. റെഡി അല്ലേ? ടെൻഷനൊന്നും എടുക്കണ്ട. നമ്മൾ പഠിച്ചതല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലേ? അല്ലേ? ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാം. എല്ലാവർക്കും അറിയാത്തതാവില്ലേ? പരിശുദ്ധ ഖുർആനിലെ ഒരു ജീവിയുണ്ട്. ആ ജീവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക? ലോയൽറ്റിക്ക് പേര് കേട്ട ജീവിയാണ്. ഭയങ്കര വിശ്വസ്തതയുള്ളൊരു ജീവിയാണ്. പരിശുദ്ധ ഖുർആനിലെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലേ? അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ആ ആളുകൾ ഗുഹയിൽ കുടുങ്ങിയപ്പോ അവരുടെ കൂടെ ഒരു ജീവി ഉണ്ടായിരുന്നു. അതേതാ ജീവി അറിയോ? കെൽബാണല്ലേ? മാഷാ അല്ലാഹ്, പൂച്ച എതിരുള്ളത് എന്താ കെൽബാണല്ലേ? പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് പറഞ്ഞതെന്ന് അറിയോ? സൂറത്തുൽ കഹ്ഫിലെ 18-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്യോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വതഹ്സബുഹും അയ്ഖാബൻ വഹും റുഖൂദ് വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതൽ ശിമാൽ വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽവസീദ് ലൗ ഇത്ലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമലഇത മിൻഹും റഅബാ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക യാ റഹ്മാൻ. ഉഷാറായില്ലേ? നായയെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? ആടും പൂച്ചയൊന്നും അല്ലാതെ. ശരി ഉസ്താദ്, മറ്റൊരു ചോദ്യം ചോദിക്കട്ടോ. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഇതൊരു പക്ഷിയെ കുറിച്ചാണ്. ശ്രദ്ധിച്ച് കേൾക്കട്ടെ എല്ലാവരും. ഇതൊരു പക്ഷിയെ കുറിച്ചാണ്. പക്ഷെ ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത എന്താ പറയുക? എപ്പോഴും ഒരു പ്രവാചകന്റെ കൂടെ നടക്കുന്ന ഒരു പക്ഷിയാണ്. ആ പ്രവാചകന്റെ മെസ്സഞ്ചറായിട്ടും റിപ്പോർട്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ജോലിയായിരുന്നു ഈ പക്ഷിക്ക്. അതേതാ പക്ഷി എന്ന് അറിയുന്നത്? നേരിട്ടുള്ള കാര്യങ്ങള് ഏതായിരുന്നു? ഹുദ്ഹുദാണ്. മാഷാ അല്ലാഹ്. ഏത് സൂറത്തിലാണ് ഹുദ്ഹുദിനെ പറ്റി പറഞ്ഞേ? സൂറത്തുൽ നംലിലെ 20-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, അതൊന്ന് ഖിറാഅത്ത് ചെയ്യോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വതഫഖദ الطير فقال ما لي لا أرى الهدهد أم كان من الغائبين. മാഷാ അല്ലാഹ്, മുംതാസ യാ ഹുസ്ന. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ശരി, അപ്പോൾ ഉസ്താദ് ഷാനായിട്ട് പറഞ്ഞല്ലേ? ഇനി ഒരു പക്ഷി തന്നെയാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പക്ഷിയാണ്. പക്ഷെ ആ പക്ഷിയുടെ പ്രത്യേകത എന്താ പറയുക? അത് വേറെ ഒരു പക്ഷിയല്ല. ആ പക്ഷി ഒരു ടീച്ചറാണ്. ഒരു ടീച്ചറാണ് ആ പക്ഷി. മനുഷ്യരെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു പക്ഷിയാണ്. അതേതാ പക്ഷി? കാക്കനെ. കാക്കയാണോ? മാഷാ അല്ലാഹ്. അത് പരിശുദ്ധ ഖുർആനിൽ എവിടെ പറഞ്ഞതെന്നറിയോ? എനിക്കറിയാം. എവിടെ പറഞ്ഞത്? സൂറത്തുൽ മാഇദയിൽ 31-ാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദയിലെ 31 അല്ലേ? മാഷാ അല്ലാഹ്, ഒന്ന് കൂടി കേൾക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫബഅസ അല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീഹി ഖാല യാ വൈലതാ അഅജസ്തു അൻ അകൂന മിഥ്ല ഹാദൽ ഗുറാബി ഫഉവാരി സൗഅത അഖീഹി ഫഅസ്ബഹ മിനൻ നാദിമീൻ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ് യാ ഹഫീസ്.
അപ്പോ അത് ഗുറാബായിരുന്നു അല്ലേ? എന്തിനാ പഠിച്ചോണ്ട് ഗുറാബിനെ ഇറക്കിയതെന്ന് അറിയില്ലേ? എന്തിനായിരുന്നു? ഓർമ്മയുണ്ടോ? സാർ പറഞ്ഞത് ഇസ്ലാമിന്റെ 2 മക്കളുണ്ടായിരുന്നല്ലേ? ആരൊക്കെയായിരുന്നു? ഹാബീലും ഹാബീലും. അവര് തമ്മിൽ അടികൂടി ഒരാൾ മരിച്ചുല്ലേ? ആര് മരിച്ചേ? ഹാബീൽ മരിച്ചുല്ലേ? അപ്പൊ എന്താ ചെയ്തത്? ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലേ ഈ മയ്യത്ത്? അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിച്ചോനത് ഖുറാനിൽ ഇറക്കില്ലേ? മാഷാ അല്ലാഹ്. ശരി, ഇപ്പൊ എല്ലാരും ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് പ്രയാസപ്പെട്ട ഈ ചോദ്യം വേണോ? വേണ്ടേ? ശരി, ഈ ചോദ്യം എടുത്താൽ ഉസ്താദ് എന്ത് ചെയ്യാം? ഒരു ചെറിയ ടാസ്ക് തരാം കേട്ടോ. ഒരു 2 വരി ഉസ്താദ് പാട്ട് പാടിക്കും. ഓക്കെ? ആ പാട്ടിൽ എന്തുണ്ടാവും അറിയോ? 1 or 2 ജീവികളുടെ പേരുണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ ജീവിയുടെ പേരറിയുന്നവരും അത് പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് പറഞ്ഞത് എന്ന് അറിയുന്നവര് കയ്യും ഉയർത്തിയിട്ട് പറയണം. റെഡിയല്ലേ? പാട്ട് റെഡിയല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവസം പരിപൂർണ്ണ റസൂലുള്ളാഹി പിറന്നതും ഇവിടം. നിസാഇന്റെ കവിതകൾ ഉറവിട്ടതിവിടം. മസ്നവി ഉറവയാം അറബിക്കെട്ടിവിടം. തൊടുത്ത സൈതൂൻ മരത്തിന്റെ കനികളും ചെറാതെന്ന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒത്തിര വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിരുന്നു. കേട്ടോ? പാട്ട് കേട്ടോ? അതിൽ 1-2 ജീവികളെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതാണ് ജീവി എന്നറിയോ? ഏതാണ്? ഒന്ന് മാഷാ അല്ലാഹ്, ഒന്ന് ചെറാട് പറഞ്ഞല്ലേ? ചെറാട് എന്ന കിളികളും. ശരി, ചെറാടിനെ എവിടെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞേ? സൂറ അറാഫിൽ 133-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, സൂറ അറാഫ് 133 ഒന്ന് നോക്കോ? أعوذ بالله من الشيطان الرجيم فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. മാഷാ അല്ലാഹ്, മുംതാസ് യാ നസ്ബി. അതില് വേറെ 1-2 ജീവികൾ കൂടി പഠിപ്പിക്കുന്നുണ്ടല്ലേ ആ ആയത്തില്? അതേതായിരുന്നു അറിയോ? തേനും തവളയും. മാഷാ അല്ലാഹ്, പേനിനെ കുറിച്ചും തവളയെ കുറിച്ചും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? ബറക്കല്ലാഹ്. ശരി, അതുപോലെ തന്നെ ഉസ്താദ് പാടിയ പാട്ടില് വേറൊരു ജീവിയെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേതായിരുന്നു? അറിയില്ലോ? ഒട്ടകമല്ല. ഏതായിരുന്നു? ഒട്ടകം. ഒട്ടകത്തിനെ പറഞ്ഞില്ലേ? ഒട്ടകങ്ങൾ. ശരി, അത് എവിടെ ഖുർആനിൽ പറഞ്ഞേ? സൂറത്തുൽ ഖാശിയയിലെ 17-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഓതേ കേൾക്കട്ടെ. أعوذ بالله من الشيطان الرجيم أفلا ينظرون إلى الإبل كيف خلقت. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു യാ റഹ്മാൻ. ശരി, ഒട്ടകത്തിനെ എന്തിനായിരുന്നു റസൂൽ സ്വഹാബത്തിനെ ഉപയോഗിച്ചിരുന്നത്? എന്തിനായിരുന്നു? യുദ്ധത്തിന് യുദ്ധത്തിന് പോകുമ്പോൾ റസൂൽ സ്വഹാബത്തിനെ ഒട്ടകത്തിനെ ഉപയോഗിച്ചു. അതുപോലെ റസൂൽ ഉപയോഗിച്ച മറ്റൊരു ജീവി കൂടി ഉണ്ട് അല്ലേ? ഒട്ടകത്തിന് പോകുമ്പോ ഏതായിരുന്നത്? ആന റസൂൽ കൊണ്ടിരിക്കണം ഒട്ടകത്തിന്. അത് ആ കുതിരയാണല്ലേ? മാഷാ അല്ലാഹ്, ബെന്യാമിൻ, കുതിരനെ കൊണ്ടുപോയത് അല്ലാതെ ആനൊന്നും കൊണ്ടുപോയില്ല റസൂൽ. എന്താണ്? ശരി, എവിടെയാ പറഞ്ഞത് ഖുർആനില്? സൂറത്തുൽ നഹലിലെ 8-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഓതി കേൾക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والخيل
സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലും എന്ത് ചെയ്യുന്നത് അറിയോ? തന്റെ അനുയായികളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ നടന്നു പോകുന്ന സന്ദർഭത്തിലെ ഒരു ചെറിയ ജീവി എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ സുലൈമാൻ നബി ഫ്രണ്ട്സും ഇങ്ങനെ നടന്നു വരുമ്പോ ഈ ജീവി പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? ഓടിക്കോളിടാ, സുലൈമാൻ നബി കൂട്ടുകാർ വരുന്നുണ്ട്, ചവിട്ട് കൊള്ളാതെ വേഗം പോയിക്കൊള്ളി എന്ന് പറയുന്നുണ്ട്. ഇല്ലേ? പറഞ്ഞില്ലേ? ഒന്നല്ലേ? അതേതായിരുന്നു ജീവി? ഉറുമ്പാണല്ലേ? മാഷാ അല്ലാ. ആ ഉറുമ്പിനെ കുറിച്ച് എവിടെയാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ? എവിടെ? മാഷാ അല്ലാ. ഒന്ന് കിറാത്ത് നിങ്ങളുടെ തെമീകത്തിന്റെ വായിൽ പോയിട്ടുള്ള ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഏതായിരുന്നത്? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മാഷാ അല്ലാഹ്. ശരി, ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചോദ്യം ചോദിക്കട്ടോ. എല്ലാവർക്കും ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഏത് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടം? എല്ലാവർക്കും മട്ടൻ ബിരിയാണി ഇഷ്ടം. മാഷാ അല്ലാഹ്. ആടിനെ കുറിച്ച് എന്നാലേ പരിശുദ്ധ ഖുർആനിൽ എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെവിടെ പറഞ്ഞത്? ആരെങ്കിലും അറിയോ? എവിടെ പറഞ്ഞത്? സൂറത്തുൽ അംബിയായിലെ 78-ലെ. മാഷാ അല്ലാഹ്. ഒന്ന് ഓതി കേൾക്കട്ടെ. ശരി, മൂസാ നബിയുടെ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? മൂസാ നബിയെ ഫിറോനും കൂട്ടാളികളും എന്ത് ചെയ്തു? ഇങ്ങനെ കളിയാക്കാനായിട്ട് തുടങ്ങിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? മൂസാ നബിയോട് പറഞ്ഞു, എന്തെങ്കിലും പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും മിറാക്കിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ? അപ്പൊ മൂസാ നബി എന്താ ചെയ്തത്? കയ്യിലെന്തൊരു വടി താഴെ ഇട്ടു. അപ്പൊ താഴെ ഇട്ടപ്പോ ആ വടി എന്തോ ആയി മാറിയിട്ടുണ്ടല്ലേ? എന്തായി മാറിയത്? പാമ്പായിട്ട് മാറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ ആ പാമ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എവിടെയെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോ? ആർക്കും അറിയോ? മാഷാ അല്ലാഹ്. എവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ? മാഷാ അല്ലാഹ്. ഒന്ന് ഓതി കേൾക്കട്ടെ. ശരി, ഇതുപോലെ തന്നെ നമ്മള്
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഒരു ജീവിയാണ്, പക്ഷെ അതൊരു ആർക്കിടെക്റ്റാണ്. ആ ജീവി എന്ത് ചെയ്യും? നല്ല മനോഹരമായിട്ട് വീടുകൾ ഉണ്ടാക്കും. പക്ഷേ ആ വീട് കുറച്ചോ പറഞ്ഞിട്ടുണ്ട്, ആ വീട് എന്തില്ല, വലിയ ബലമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തകർന്നു പോണ വീടാണ്. അതേതാ ജീവി? ആ ആർക്കിടെക്റ്റ് ഏതാ അറിയില്ല? ആർക്കും അറിയില്ലേ ആ ആർക്കിടെക്റ്റ് ഏതാ? ചെലന്തിയാണ്. ഇഷ്ടം പറഞ്ഞു ഓർമ്മയില്ലേ? അപ്പോ ചെലന്തി അല്ലേ ആ ആർക്കിടെക്റ്റ്? ശരി, എവിടെയാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞേ? മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്തേ. ആ കേൾക്കട്ടെ. മാഷാ അല്ലാഹ്. ശരി, ഖുർആനിലെ അങ്കബൂത്തിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഖുർആനിൽ പഠിച്ചൊരു ഡോക്ടറെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്തിനാ ഡോക്ടറെ അടുത്ത് പോവാ? അസുഖം വരുമ്പോ മരുന്നിന് പോകൂലേ? അതുപോലെ തന്നെ പഠിച്ചൊരു ജീവിണ്ട്, ഒരു ഡോക്ടറാണ്. അത് നമുക്ക് എന്ത് ചെയ്യും? മരുന്ന് തരും. ആ മരുന്ന് കുടിച്ചാൽ ശിഫ ഉണ്ട് എന്നാ പഠിച്ചു പറഞ്ഞിട്ടുള്ളത്. അതേതാ ഡോക്ടർ? വണ്ടോ? അത് നല്ല കുത്തനായിട്ടൊരു ജീവിയാ. വേദന കൊതുവല്ല, വേറെ അത് ബി അല്ലേ? ആ അത് ബി ആണ്, തേനീച്ചയാണല്ലേ? തേനീച്ചയെ കുറിച്ച് എവിടെയാ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ? സൂറത്തുൽ നഹ്ലിലെ 68-ാമത്തെ ആയത്ത്. ശരി, അത് ഖിറാഅത്ത് ചെയ്തേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون. മാഷാ അല്ലാഹ്. ശരി, ഖുർആനിൽ ചെറിയൊരു ജീവി വേറെ പറയുന്നുണ്ടല്ലേ? ഒരു ഈയാമ്പാറ്റയെ കുറിച്ച് പറയുന്നില്ലേ? ഈയാമ്പാറ്റ അതെവിടെയാ പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ ഈയാമ്പാറ്റയെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ? ആർക്കും അറിയാം? അറിയോ എവിടെയാ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ? മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്തേ. يوم يكون الناس كالفراش المبثوث. മാഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലേ? ഒരുപാട് പ്രവാചകന്മാരെ പറ്റിയിട്ട് സൂറത്തുണ്ട് ഇല്ലേ? ഏതൊക്കെ സൂറത്തെന്ന് അറിയോ? കശ്മീർക്ക് അറിയോ ഏതൊക്കെ സൂറത്തുകളുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം, സൂറ ഇബ്രാഹിം. ഇക്ലിമുക്ക് അറിയോ? നൂഹ് അലൈഹിസ്സലാം, നൂഹ്. പിന്നെ സൂറത്തുൽ ഹൂദ്, മാഷാ അല്ലാഹ്. യൂനുസ് അലൈഹിസ്സലാം, ഇവിടെ ആർക്കെങ്കിലും അറിയോ? സൂറ മുഹമ്മദ്. സൂറ യൂസുഫ്. യൂസുഫ്. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് സൂറത്തുകളുണ്ട് അല്ലേ? പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് പ്രവാചകന്മാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് പ്രവാചകന്മാരെ പറ്റിയിട്ടല്ലേ? പ്രവാചകന്റെ പേരിലാണോ? അല്ല, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് എന്തിന്റെ പേരിലാ? ബഖറയാണല്ലേ? മാഷാ അല്ലാഹ്. ബഖറയെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കാ പറയാൻ കഴിയുക? ബഖറ പറയാൻ കഴിയുമോ? ഏത് സൂറത്തിൽ ബഖറയിലെ എത്രാമത്തെ ആയത്താ? സൂറത്തുൽ ബഖറയിനകത്തുള്ള 67th ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്തേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا وتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ശരി, ഇനി ഉസ്താദ് അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാം കേട്ടോ. യൂസുഫ് നബി അലൈഹിസ്സലാമയെ സഹോദരങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പൊട്ടക്കിണറ്റിലിട്ടു അല്ലേ? ഇല്ലേ? അപ്പോ അവര് വന്നിട്ട് പിതാവിന്റെ അടുത്ത്
ഏതോ ഒരു ജീവി എന്റെ യൂസുഫ് അലൈഹി ഇസ്ലാമിയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലേ? ഏത് ജീവിയാ? ചെന്നായല്ലേ? ആ ചെന്നായെ പറ്റിയിട്ട് ആർക്കാ അറിയാം? ഖുർആനിൽ പറഞ്ഞത് മാഷാ അല്ലാഹ്. എവിടെ പറഞ്ഞത്? യൂസഫിലെ 13-ാമത്തെ മാഷാ അല്ലാഹ്. ഒന്ന് കേൾക്കുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. മാഷാ അല്ലാഹ്. മുംതാസ് യാ ഹയാ. ശരി, ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? എന്തിനൊക്കെ പേടിക്കണേ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത്. അതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചോദ്യം ചോദിക്കാൻ വരുന്ന എന്തിനെ പേടിക്കൊന്നും ചെയ്യരുത് കേട്ടാ. ഓക്കെ, അർഹത്തായില്ലേ? ശരി, പരിശുദ്ധ ഖുർആനിലെ പഠിച്ചോളം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജീവികളെ കുറിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 കാലിൽ നടക്കുന്നതും വയറുകൊണ്ട് നടക്കുന്ന ജീവികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാ വയറുകൊണ്ടൊക്കെ നടക്കുന്ന ജീവികൾ? പാമ്പ് പോലുള്ള ഏജന്റുകൾ അല്ലേ? 2 കാലിൽ നടക്കുന്ന ജീവികളുണ്ട് അല്ലേ? മനുഷ്യരെ പോലുള്ള 4 കാലിൽ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചോൻ എന്തിനാണ് സംവിധാനിച്ചത്? പഠിച്ചോൻ ഇഷ്ടം പോലെ പഠിച്ചോൻ എന്ത് ചെയ്യും? ഓരോ വസ്തുക്കളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരി, ബെല്ലടിച്ചു നോക്കുകയാണല്ലേ? ബെല്ലടിച്ച് കഴിഞ്ഞ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം കുറേ ആൾക്കാരായി നോക്കുന്നുണ്ട്. ശരി, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയ ടാസ്ക് ചെയ്ത് വരട്ടോ. അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.